ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രമേയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദില കാണിക്കുന്ന വളരെ വൃത്തികെട്ട മോശം പരിപാടിയാണ് കേട്ടോ. വെറും വൃത്തികെട്ട പരിപാടിയാണ്. സ്വഭാവം വളരെ മോശമാണ്. അതിൽ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പാത്രം കഴുകാൻ അനീഷ് എന്നും വന്ന് വിളിക്കുന്നത് പോലെ വന്ന് വിളിച്ചു. പക്ഷേ വെസൽ പാത്രം ഉച്ചയ്ക്ക് ഒത്തിരി ഉള്ളത് കൊണ്ട് ആദിലേക്ക് കഴുകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അനീഷ് പറഞ്ഞു ശരി എന്നാൽ ആദില അവിടെ കിടന്നു, ഞാൻ പോയി പാത്രം കഴുകാമെന്ന് പറഞ്ഞു. അനീഷ് പോയി പാത്രം കഴുകാനായിട്ട് പോയേക്കുമായിരുന്നു. ആ ദേഷ്യത്തിന് ആദില ഇയാൾ പോടോ താൻ ആരാന്ന് പറഞ്ഞു വൈ തോന്നി എല്ലാ അനീഷിനെ വിളിച്ചിട്ട് വന്നിട്ട് ബെഡിനകത്തുനിന്ന് തലാണി എടുത്തെറിയുന്നു. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എടുത്ത് ലിവിംഗ് റൂമിൽ എറിയുന്നു. അപ്പം എന്നിട്ട് വെസലിൽ നിന്ന് പാത്രം കഴുകുന്നത് നമ്മുടെ അനീഷിൻ്റെ അടുത്തോട്ട് ഓടി അങ്ങോട്ട് ചെന്നിട്ട് വേസ്റ്റ് വെള്ളം എടുത്ത് തട്ടി തെറിപ്പിച്ച് ദേഹത്തിടുന്നു. വേസ്റ്റ് വെള്ളം എടുത്ത് കളയുന്നത്, പാത്രങ്ങളെല്ലാം തട്ടി താഴെ ഇടുന്നു. അങ്ങനെ വെറും വൃത്തിയിട്ട്. എന്നിട്ട് എന്തെല്ലാം സംസാരങ്ങളാണ് നമ്മുടെ ആദില പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞ് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നതാണ്, എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ഒപ്പം നിൽക്കാനേ എനിക്ക് തോന്നുള്ളൂ. ഞാനും ആദിലയും നൂറേയും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വെറും വൃത്തിയുടെ കോപ്രായങ്ങളാണ്. ആദിലയുടെ കുഴി ആദില തന്നെ തോണ്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തേക്കുള്ള വാതിൽ തുറക്കാനുള്ള ഒരു വഴി ആദില വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും ഈ വീക്കെൻഡിൽ വന്ന് ലാലേട്ടൻ വന്ന് ചോദിക്കുക തന്നെ വേണം. ഇതിനുള്ള മറുപടി കൊടുത്തേക്കണം. കാരണം ഇത്രയും ക്ഷമ കെട്ട് നിൽക്കുന്ന അനീഷിനെ ഞാൻ ആദ്യമായിട്ടാണ്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആ വീട് തിരിച്ച് തന്നെ വെച്ചേനെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും വേഗം എഴുതും.